നിലമ്പൂർ ബൈപ്പാസ് റോഡ് റിപ്പോർട്ട് തേടി മന്ത്രി പി.കെ. ബഷീർ. പൊതുമരാമത്ത് മന്ത്രിയായ ശേഷം പി.കെ. ബഷീറിന്റെ ആദ്യ ഇടപെടൽ. നിലമ്പൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ഏക പരിഹാരമായ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന്റെ തൽസ്ഥിതി സംബന്ധിച്ചാണ് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ റിപ്പോർട്ട് തേടിയത്. ഒന്നാം ഘട്ടം പ്രവൃത്തി ഉടൻ ടെൻഡർ ചെയ്യുമെന്ന് സൂചന. പി.കെ. ബഷീർ 21-നാണ് പൊതുമരാമത്ത് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം നടത്തിയ ആദ്യ ഇടപെടലുകളിൽ ഒന്നാണ് നിലമ്പൂർ ബൈപ്പാസ് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. ചീഫ് എഞ്ചിനീയർ മുഖേന നിലമ്പൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിച്ചു. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ 6.1 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 2016-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. LDF സർക്കാരിന്റെ കാലത്ത് ചക്കാലകുത്ത് വരെ 2.4 കിലോമീറ്റർ ദൂരം ഭൂമി ഏറ്റെടുത്ത് ഭാഗിക നിർമ്മാണം നടത്തി. ഈ ഭാഗത്ത് ഭൂവുടമകൾക്ക് പണവും നൽകി. എന്നാൽ ബാക്കി ഭൂവുടമകൾക്ക് പണം നൽകാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യട ഷൗക്കത്ത് വിജയിച്ച് MLA ആയതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചു. ഭൂമി വിട്ടുകൊടുത്തവർക്ക് പണം നൽകി. എന്നാൽ മരാമത്ത് വകുപ്പിന് കൈമാറിയില്ല. ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്തു. 2.4 കിലോമീറ്റർ ദൂരം പണി ഉടനെ തുടങ്ങാനാകുമെന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട്. 35 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചു. ടെൻഡർ നടത്തി പണി തുടങ്ങിയാൽ മതി. വെളിയന്തോട് വരെ തുടർന്നുള്ള ഭാഗം മരാമത്ത് വകുപ്പിന് ഭൂമി കൈമാറിയാലുടൻ തുടർ നടപടി ഉണ്ടാകും. ഒരാഴ്ച മുമ്പേ ആര്യട ഷൗക്കത്ത് MLA ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ബൈപ്പാസിൽ 110 kV ലൈനിന്റെ ടവറുകൾ മാറ്റി സ്ഥാപിക്കുന്നത് ടെൻഡറിൽ KSEB അംഗീകരിച്ചു. പ്രവൃത്തി ഉടനെ തുടങ്ങും. എന്നാൽ പട്രാക്ക, കുട്ടായി, വൈദ്യ റോഡ് മുതൽ ടവറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി അറിയുന്നു. ചില ടവറുകളുടെ സ്ഥാനം നിർണയിച്ചത് ബൈപ്പാസിലാണെന്ന് അറിയുന്നു. മരാമത്ത് KSEB ഉദ്യോഗസ്ഥർ ഏകോപനമില്ലാതെ സർവേ നടത്തിയതാണ് പിഴവിന് കാരണമെന്നും പറയുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.